പ്രിയമുള്ള ഭക്തജനങ്ങളെ, കൊയിലാണ്ടി കൊണ്ടംവള്ളി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പരിപാലനമായ വേദിയിൽ ഇന്ന് വളരെ അപൂർവമായി നടന്നു വരാറുള്ള തുള്ളൽ വിഭാഗങ്ങളിൽ ഒന്നായ പറയന്തുള്ളലാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കഥ തികച്ചും ഭക്തിരസപ്രധാനമേറിയ പുളിന്തിമോക്ഷം എന്ന കഥയാണ്. ആ കഥയുടെ സാരാംശം ഒന്ന് വിവരിക്കാം. ഒരിക്കൽ ചണ്ടകൻ എന്നു പേരായ ഒരു വേടൻ വേട്ടയാടി വനത്തിലൂടെ വരുന്ന സമയത്ത് തകർന്നിരിക്കുന്ന ഒരു ശിവക്ഷേത്രം കാണുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ദിവ്യമായ ഒരു ശിവലിംഗം അതിന് സമീപത്തായി വീണുരുണ്ട് കിടക്കുന്നത് കാണും. ഭക്തിയോടെ ഈ ശിവലിംഗം ഈ വേടൻ ചെന്നെടുക്കുകയും അത് എന്തു ചെയ്യണമെന്നറിയാതെ വനത്തിലൂടെ നടക്കുന്ന സമയം അതിലൂടെ വേട്ടയാടി വന്ന സിംഹകേതു എന്ന മഹാരാജാവിനെ കാണുകയും അദ്ദേഹത്തിനോട് തനിക്ക് ഇങ്ങനെ ഒരു ശിവലിംഗം കിട്ടിയിട്ടുണ്ടെന്നും താഴ്ന്ന കുലത്തിൽപ്പെട്ട എനിക്ക് ഇത് എങ്ങനെയാണ് പൂജിക്കേണ്ടത് എന്നുള്ള വിധികൾ പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ ഈ സിംഹകേതു മഹാരാജാവ് ക്രൂരനീചന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട പൂജാവിധികളെ ചണ്ടകവേടന് പറഞ്ഞു കൊടുക്കുന്നു. ചുടല ഭസ്മവും മാംസവും എല്ലാം ചേർത്ത് പൂജിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് സിംഹകേതു മഹാരാജാവ് പോകും. സന്തോഷത്തോടു കൂടി ചണ്ടകവേടൻ ഈ ശിവലിംഗവുമായി തൻ്റെ വാസസ്ഥലത്തെത്തുകയും അവിടെ ഒരു പാറമേൽ ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ചുകൊണ്ട് നിത്യവും പൂജ